ബോംബെയിൽ ഞാൻ കിടന്ന് ഉറങ്ങുന്ന റൂമിൻ്റെ അവസ്ഥ ഇട്ടത്. ഓക്കെ, ആകെ പൊട്ടി പൊളിഞ്ഞിട്ട് ഇവിടെ ഞാൻ കിടക്കലില്ല, ഞാൻ കിടക്കലും എവിടെയാണ് ആ ഭാഗത്ത്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോണതാണ് ഇതാകെ പൊളിഞ്ഞിക്കണം. ഇനി ഞാൻ സീലിങ് ചെയ്യാനുള്ള പരിപാടി സിമെൻറ്റൊക്കെ കൊടുന്നിട്ട് ഇപ്പോൾ ചെയ്യണം. നോക്കിക്കൊള്ളുന്നത് 2-ാം തീയതി 2/5/2025 വീഡിയോ. ഓക്കെ, ഇത് ഞാനങ്ങനെ ഇതുവരെയും ചെയ്തിട്ടില്ല. ഈ സിമെൻറ്റ് കൊണ്ട് ഇങ്ങനെ തേക്കുന്ന പരിപാടി ഉണ്ടല്ലോ, പിന്നെ ഒന്ന് ചെയ്ത് നോക്കണം. നമ്മൾ ഒന്ന് ശ്രമിച്ച് നോക്കുക, അത്രേ ഉള്ളൂ. ആയി എന്നുള്ളത്. ഇനി ഇവിടെ ഇതൊക്കെ ഞാൻ വൃത്തിയാക്കിയതാണ് വരുത്തിയിട്ട്. ഇനി ടൈൽസ് കൊടുത്തിട്ടൊന്ന് കുറച്ച് പൈസ ചിലവാക്കിയിട്ട് പതിക്കാനുള്ള പരിപാടിയാണ്. ബോംബത്തെ ജീവിതം കണ്ടില്ല നിങ്ങൾ. ഇതാണ് പ്രവാസികൾ കണ്ണത്താ രാജ്യത്ത് പോയിട്ട് ഇവിടെ കാണി. ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങും, എന്നിട്ട് അവിടെ നിന്നിട്ട് കയറും, ഇതിനുള്ളിൽ പോയി കിടക്കും. വല്ലാത്തൊരു ജീവിതം റബ്ബേ. നാളെ ഞാൻ ഒരു ദിവസം മൊത്തം ഇത് വരുത്തി വൃത്തിയാക്കിക്കണം. ഇനി ഇത് പെയിൻ്റ് അടിക്കാതിരിക്കുകയാണ്, കാരണം ഇനി കുറച്ച് പൈസ ചിലവാക്കിയിട്ട് ടൈൽസ് കൊടുത്തിട്ട് പതിക്കാനുള്ള പരിപാടിയാണ്. ഇനി ഇത് നേരാക്കിയിട്ട് അതിൻ്റെ വീഡിയോ എടുത്ത് വിട്ടുതരാം. ഓക്കെ, ഇത് കട്ടാക്കട്ടെ. ഞാനത് ചെയ്തിട്ടാ സുബ്ഹാനല്ലാഹ് കണ്ട കാണാണ്ട നിങ്ങൾക്ക് എങ്ങനെ ഇപ്പം നിങ്ങൾക്ക് കാണിക്കുക. അല്ലാ, ചില്ലറ പണി നിങ്ങളുടെ കാണി വേർത്തിട്ട് ഇതിനുള്ളിൽ കാറ്റും ഇല്ല, പ്രഷറും ഇല്ല. എന്താണ് പ്രശ്നം? ഇതൊക്കെ ചെയ്യണതിൻ്റെ കാരണം എന്താ അറിയോ? ഇത് കാണാൻ വേണ്ടിയിട്ട് അലിക്ക് നമ്മളെ ഹാരിദിക്കും സാബുബായും സംസുക്കയും അതുപോലെ സംസുക്കാടെത്തിയും കുട്ടികളും സർവ്വ ആൾക്കാരും കിട്ടി വരാനിട്ടുണ്ട് ഈ റൂമിൻ്റെ ഉള്ളിലേക്ക്. എന്താണ് കാരണം ഇത് ചെയ്ത കാരണം ഇതൊന്നും അവരുടെ ജീവിതത്തിൽ അവർ ചെയ്തിട്ടില്ല. അത്ര സത്യമാണോ ചോദിച്ചു നോക്കിയവർ. അവർ പറഞ്ഞു ഞാൻ ചെയ്തിട്ടില്ല, ഞങ്ങളാരും ചെയ്തിട്ടില്ലടാ, ഞങ്ങൾ പണിക്കാരെ വിളിച്ചിട്ട് ചെയ്ത് കാരണം ഞങ്ങളത്തൊക്കെ നല്ല പണമുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഈ പണിക്കാർക്ക് പണം കൊടുക്കുന്നതിൻ്റെ വേദന അറിയണില്ല. അതായത് പണക്കാരല്ലോ, പാവങ്ങൾക്ക് ഇത്രയും പണിയെടുക്കുന്നവർക്ക് അതിൻ്റെ പൈസ കൊടുക്കുമ്പോൾ മുതലാളിമാർക്ക് അതിൻ്റെ വേദന അറിയണില്ല. കാരണം അവർ എടുക്കാത്ത പണിയാണ്. അപ്പോൾ അവരിങ്ങനെ ഓരോരുത്തരിങ്ങനെ പൈസ വന്ന് കൊണ്ടുപോകണം. 1000 1200 തേപ്പ് പണിക്കും അവിടെ പടുക്കാനും ഇതിന് പടവിനൊക്കെ ഇങ്ങനെ പൈസ കൊണ്ടുപോകുമ്പോൾ ചിലർ പറയണം ഓൻ അത്രയും കായ് മേടിച്ചുകൊണ്ടായി, അത്രയും പൈസ മേടിച്ചുകൊണ്ടായി എന്നൊക്കെ സങ്കടപ്പെടുന്നുണ്ട്. അപ്പോൾ അത് അവർക്ക് അറിയണില്ല. അപ്പോൾ ഞാനൊന്നാണ്ട് തേച്ച് നോക്കി. അപ്പോൾ ഇതിൻ്റെ വേദന എന്താണെന്നുള്ളത് അതും പഠിച്ച്, ഓരോ മനുഷ്യന്മാരെ കഷ്ടപ്പാട് എന്താണെന്നുള്ളത്. ഓരോരുത്തർ 1000 500 1000 മേടിച്ചുകൊണ്ടുപോകുമ്പോൾ ആ പാവങ്ങൾ അത്രമാത്രം കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നത് ഇപ്പം എനിക്ക് മനസ്സിലായിട്ടാണ്. കാരണം എന്താ പറയുക, മരിച്ചു പോകേണ്ടതാണ്. പടച്ചോൻ്റെ അടുത്ത് ചെന്നാൽ അവിടുത്തെ 4 കുത്തുത്തു. പടച്ചോൻ ചോദിക്കട്ടെ, നായി ജി ആയി തേപ്പിൻ്റെ പണിക്ക് ചോദിക്കും. എന്താ നമ്മൾ മറുപടി പറയുക? പടച്ചോനോട് പറയില്ല, എന്തേ പോവാഞ്ഞ് ചോദിക്കും. അവിടെ തന്തക്കും നള്ളക്കും. അപ്പോൾ നമ്മൾ പറയും എൻ്റെ വാപ്പാക്കുമാർക്ക് നല്ല കഴിവുണ്ടായിരുന്നു, കാരണം ഞങ്ങൾക്ക് അതിൻ്റെ വേദന അറിഞ്ഞില്ല. അപ്പോൾ അത് കാരണം ഞാൻ ആ പണിക്കൊന്നും പോയില്ല. ഞാൻ 5 നേരം നിസ്കരിച്ച് ഓതി, ഖുർആനെടുത്ത് ഓതി, കാരണം സ്വർഗത്തേക്ക് കിടക്കാൻ വേണ്ടി എല്ലാം ചെയ്ത്. പക്ഷേ ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. നമ്മൾ പറിച്ചാൽ അപ്പോൾ അവിടെ ചെന്നാൽ നമുക്ക് ഇറച്ചിയും പത്തിരിയൊക്കെ ഉണ്ട്. ഉസ്താദുമാർ പറയുന്നുണ്ട് അവിടെ ചെന്നാൽ വലിയ ഇറച്ചിയും പത്തിരിയും ആപ്പിൾ, ഇവിടുത്തെ ആപ്പിളല്ല, അവിടെ വലിയൊരു ആപ്പിൾ ഉണ്ട്, അത്ര എടുത്താൽ പോകുന്ന ആപ്പിൾ ഒക്കെ അവിടെ സ്വർഗത്തേക്ക് എടുക്കുന്നുണ്ട്. അത്ര അവിടെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നമ്മളെ ഈ കാട്ടിക്കൂട്ടിലേക്ക് കണ്ടിട്ടേ ഒന്നാര മക്കളെ ഈ ഓരോ മനുഷ്യന്മാരെ കഷ്ടപ്പാടൊക്കെ ഒന്ന് കണ്ടു വളർന്നോളൂ. നല്ലതാണ്. ഓരോരുത്തരുടെ വേദന ഇതിപ്പോൾ തേച്ചപ്പോൾ ഇങ്ങോട്ട് കാണി, ഇതിപ്പോൾ തമിഴത്ത് കിട്ടാൻ തൊട്ട പോലെ ആയി. കാരണം ഞാൻ ഇതൊക്കെ നിച്ചല്ല, ഞാൻ ഇങ്ങനെ കുറേ തേക്കാൻ ഇതിങ്ങനെ തേക്കുന്തോളം ഇതിങ്ങനെ താഴത്തേക്ക് വീണുകൊണ്ടിരിക്കുക. കണ്ടിട്ട് ഞങ്ങൾ ആകെ അവിടെ തേക്കും, ഇതെന്താ ചെയ്യേണ്ടതെന്നൊരു പിടുത്തവുമില്ല. ഇങ്ങനെ തേക്കുന്നുണ്ട്, അത് താഴത്തേക്ക് വീണ്. അവിടെ തേക്കുന്നുണ്ട്, ഇത് ഇങ്ങനെ തേച്ചിട്ട് മണിക്കൂർ 2 മണിക്കൂറോളം ഇതിൻ്റെ മുകളിൽ മുടി കളഞ്ഞു. നോക്കി ആ അവസ്ഥയാണ് ഇപ്പോൾ അത്. പക്ഷെ എന്താണ് പടച്ചോ, മരിച്ചു കഴിഞ്ഞാൽ പള്ളിക്കാട്ടി കിടക്കുമ്പോൾ അവിടെ മുൻഗണനയ്ക്കും ഇവരൊക്കെ ചോദ്യം ചെയ്യിക്കാൻ വരും. എനിക്കറിയാം, ഞാൻ സ്കൂളും മദ്രസയിലും പഠിച്ചിട്ടില്ല. ഉസ്താദന്മാരെ പറച്ചിൽ കേട്ടിട്ട് ഇങ്ങനെ കേട്ട് പേടിച്ച് വളരുകയാണ്. അവിടെ ചോദ്യം വരും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് കാരണം ചോദിക്കണ സമയത്ത് എനിക്ക് പറയാനുള്ളൊരു അവസരങ്ങളുണ്ടല്ലോ. അല്ല, ഞാനിത് എൻ്റെ റൂം പൊളിച്ചപ്പോൾ അവിടെ പൊളിഞ്ഞപ്പോൾ ഞാൻ തേച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ വേദന എന്താണെന്ന് പഠിച്ച ആളാണ്. ഓരോ മനുഷ്യൻ്റെ കഷ്ടപ്പാട് എന്താണെന്നുള്ളത് നരകത്തേക്ക് കൊണ്ടുവരണ്ട. സ്വർഗം വല്ലതും ഉണ്ടെങ്കിൽ അത് നന്നാളി. എന്നാൽ പിന്നെ പടച്ചോനക്കറിയാം, പാവമാണ്, ഓനും കുറേ അയിമ മനക്കെട്ടതാണ്. എന്നാൽ ഓനക്ക് സ്വർഗം കൊടുക്കാൻ അങ്ങനെയെങ്കിലും സ്വർഗം കിട്ടിക്കോട്ടെ വെച്ചിട്ടാണ്. കണ്ടില്ലേ, ചില്ലറ പണിയൊന്നുമല്ല മക്കളെ. ഓരോരുത്തർ 10 ഉറുപ്പിക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ നമ്മളൊക്കെ മുതലാളിമാരായി നടക്കുമ്പോൾ നമുക്ക് അതിൻ്റെ വേദനയൊന്നും അറിയണില്ല. ചെയ്ത് നോക്കി ഓരോരുത്തർ. അപ്പം ഇങ്ങനെ അങ്ങോട്ട് ചോര ഇങ്ങനെ വരും ചന്തി കൂടി മുമ്പിൽ കൂടെ ഒക്കെ. അവിടെ അപ്പം മനസ്സിലാവും ഇതിൻ്റെയൊക്കെ കഷ്ടപ്പാട് ഭയങ്കര എന്നുള്ളത്. പാവങ്ങളൊക്കെ പണിയെടുത്ത് ജീവിക്കണത്. കൂടുതൽ പറഞ്ഞില്ല, ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് ആകെ വൃത്തിയാക്കണം. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി വരുമ്പോൾ കൂടെ കാണി ഈ കാണുന്നത്. ഇനിയിപ്പോൾ ഇത് വൃത്തിയാക്കാൻ എത്ര സമയം പിടിക്കുകയാണാവോ? ഇത് തേച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ തേക്കുക വീഴുക.
പടച്ചോനെ നിശ്ചയമില്ല. കാരണം ഒരാളെ വിളിച്ച് ചെയ്യിച്ചാൽ മതി. ചെയ്യിക്കണമെങ്കിൽ ഓനെ ചെയ്യിക്കണമെങ്കിൽ ഒരു 1000 ഉറുപ്പിക ചിലവ് വേറെ ഉണ്ട്. അപ്പം അത് കൊടുക്കേണ്ടല്ലോ വെച്ചിട്ട് ചെയ്തതാണ്. സ്വർഗത്തിൽ പോകും. സ്വർഗം കാണാൻ വെച്ചാൽ പടച്ചോൻ കണ്ടിട്ടുണ്ട്. നമ്മളൊക്കെ അധ്വാനിക്കുക, ചോര നീരായിട്ട് അധ്വാനിച്ച് അതിൻ്റെയൊക്കെ വേദന തന്ന് പഠിച്ചിട്ടാണ്ട് പോയിക്കോളി. പടച്ചോനോട് പറയാനൊരു അവസരം ഉണ്ടാക്കിയാൽ മതി. പടച്ചോനെ ഞാൻ എല്ലാം പഠിച്ചിരിക്കണേ, ഓരോ മനുഷ്യന്മാരെ കഷ്ടപ്പാട്, അതുകൊണ്ട് ഇന്ന നരകത്തിൽ കൊണ്ടുപോയിട്ട് വയ്യ. നമ്മളെല്ലെങ്കിൽ തന്നെ ഇവിടെ തെങ്ങുമ്മ കേട്ടും ആ പണിയെടുത്തിട്ട് ഈ പണിയെടുത്ത് ഒരാളെ മുതൽ കക്കാതൊക്കെ ജീവിച്ച ആൾക്കാരെ ഓരോ മനുഷ്യന്മാരും ഇനി അവിടെ പോയിട്ട് കൊണ്ട് തീ കൊണ്ടിടാൻ നിന്ന പിന്നെ എന്തിനാ ഇപ്പം ഇതിന് നല്ല കക്കാൻ പോകാനല്ലേ കൂടുതൽ പറഞ്ഞ ജസാല്ല. अनिल सुबह उठ के यही काम कर रहा था रे, पूरा टूट गया था ना पूरा. ये देखो अभी पूरा आ रहा, मैं थोड़ा टाइम लगेगा, अभी जल्दी आ रहा है. ये देखो पूरा सीमेंट पूरा है इधर सब यार, इधर सब बंद कर रहा है पूरा बैठ के. ये देखो पूरा पूरा काम चालू है. अभी भी यही काम बाकी, पूरा टूट गया था ना पूरा. अभी 5-6 बजे को उठ के यही कर रहा था. अभी क्या करेगा, आदमी को बुलाया कि काम करेगा तो खाली पुकट उसमें उनका 1000 रुपये पुकट में देना पड़ेगा. इससे अच्छे तो इधर ही बैठ के किया. अभी पूरा पसीना है ना, गर्म हो रहा है. चूहा तो पूरा ये देखो पूरा अंदर, और ये देखो पूरा तोड़ दिया है पूरा चूहा. उधर इधर से सब कहाँ से चूहा आ रहा है वो भी मालूम नहीं पड़ रहा. अभी ये सब टूट गया था. सेठ को भी बताया, अभी सेठ को भी ये वीडियो भेज रहा है. अभी तो वापस निकाल नहीं सकते ना, अभी शुक्रवार का दिन है. ठीक है बेटा, अभी मैं आ रहा है, मैं आके नाश्ता का मंगा लेता अभी. चलो ठीक. अभी पूरा सफाई बहुत करना पड़ेगा, अभी पूरा मट्टी गिर गया ना सीमेंट.